ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സാഞ്ച വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ പുറകെ കാണുന്ന ബിൽഡിങ്ങിലാണ് ജോലി ചെയ്യുന്നത്. സൂര്യനൊക്കെ ഉദിച്ച് വരുന്നേ ഉള്ളൂ. നമ്മളിന്നൊരു സ്ഥലം വരെ പോവുകയാണ്. സർപ്രൈസാണ്. ഞാൻ അവിടെ ചെന്നിട്ടേ പറയൂ അവിടെ എന്താണെന്ന്. അതിനു മുമ്പായി നമുക്ക് പോകുന്ന വഴിക്ക് കുറച്ച് കാഴ്ചകൾ കാണാം. പുറത്തിറങ്ങിയ മാസ്ക് നിർബന്ധമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ മാസ്ക് ഊരാത്തത്. ഞാനിത് യൂട്യൂബ് ചാനൽ തുടങ്ങി അധികം ആകുന്നതിന് മുമ്പ് എടുത്ത വീഡിയോയാണ്, അതായത് 2020 ഓഗസ്റ്റിൽ. പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യണ്ട എന്ന് കരുതിയായിരുന്നു ഇരുന്നിരുന്നത്. എന്തുകൊണ്ടാണ് ഇടണ്ട എന്ന് വിചാരിച്ചതെന്ന് നമുക്ക് അവസാനമാകുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇപ്പം ഞാൻ ഇങ്ങനെ വീഡിയോസ് എല്ലാം സെലക്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ വീഡിയോ കിടക്കുന്നത് കണ്ടത്. കണ്ടോ, ഇവിടെ പ്ലാസ്റ്റിക് കുപ്പികൾ മാത്രം ഇടാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു സ്ഥലം. ഇസ്രായേലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ക്ലെൻലിനെസ് ആണ്. ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. പിന്നെ ട്രാഫിക്, ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇസ്രായേലിൽ ഇഷ്ടപ്പെട്ട. നല്ല എന്താ പറയുക, തിരക്കുമില്ല, എല്ലാവരും അവനവൻ്റെ സമയത്തനുസരിച്ച് നല്ലൊരു ഫൗണ്ടൈൻ. ആഹാ, അങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എത്താനായി. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തി. ട്രെയിന് വേണം പോകാൻ വേണ്ടിയിട്ട്. സിഹ്റോൺ യാക്കോബ് എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്ത് ബിന്യാമിനയിലാണ് നമ്മൾ പോകുന്നത്. ഇവിടെയൊക്കെ നമ്മൾ നമ്മുടെ ബസ്സിൻ്റെ കാർഡ് തന്നെ യൂസ് ചെയ്തിട്ടാണ് ട്രെയിനിലും യാത്ര ചെയ്യുന്നത്. നമ്മൾ കാർഡ് ജസ്റ്റ് ഒന്ന് ഇവിടെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി, ഇത് ഓപ്പണായി കിട്ടും. ഇസ്രായേലിലെ റെയിൽവേ സ്റ്റേഷനും ട്രെയിൻ യാത്രയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം എല്ലാ സ്ഥലവും നല്ല നീറ്റാണ്. ട്രെയിനകത്ത് കയറുമ്പോൾ നമുക്ക് കാണാം. ഞാൻ അന്നേരം നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളും, ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒത്തിരി പ്രാവശ്യം ഡൽഹിയിലേക്ക് ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ട്രെയിനിലെ വൃത്തിയും റെയിൽവേ സ്റ്റേഷനിലെ വൃത്തിയൊക്കെ കാണുമ്പം ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നും. എന്തെങ്കിലും നന്നാവുമെന്ന് പ്രതീക്ഷിക്കാം. പോകേണ്ട ട്രെയിൻ വന്ന് നമ്മൾ ഉള്ളിലോട്ട് കയറി. നമുക്കിപ്പോൾ തന്നെ നോക്കിയാൽ അറിയാം, 2 നിലകളിലായിട്ടാണ്. താഴെയുണ്ട്, മുകളിലുമുണ്ട് ഇരിക്കാൻ സ്ഥലം. പിന്നെ എത്ര നീറ്റാണെന്ന് നോക്കൂ. നമ്മുടെ എന്താ പറയുക, ഇരിക്കുന്ന സ്ഥലമാണെങ്കിലും മൊത്തം ട്രെയിൻ അടുത്ത് എന്ത് വൃത്തിയായിട്ടാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നതെന്ന്. അതുപോലെ അതിനകത്ത് കയറുന്ന ആളുകളും അങ്ങനെ തന്നെയാണ്. അവരത് പരമാവധി നീറ്റായിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കും. നമ്മുടെ നാട്ടിൽ അങ്ങനെ സംഭവമില്ല, അതാണ് മെയിൻ. ഓരോ സീറ്റിന് ഇതുപോലെ വേസ്റ്റ് ഇടാനുള്ള കവർ വേറെ ഇട്ടിട്ടുണ്ട്. നമ്മൾ മറ്റെവിടെ ഇടേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മൾ ചായയോ എന്തെങ്കിലും വെക്കണമെങ്കിൽ കോഫി ഹോൾഡ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിനുള്ള ടേബിള്, മുകളിൽ സാധനം വെക്കാനും എല്ലാം നമുക്ക് കാണുമ്പോൾ അറിയാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്ര നീറ്റാണ്. ഇത് ഹൈഫയിലെ ബദ്ഗലീം ഏരിയയാണ്. ഇപ്പോൾ അതുവഴിയാണ് നമ്മുടെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. മുകളിൽ അതിൻ്റെ മലമുകളിലാണ് നമ്മുടെ സ്റ്റെല്ല മേരീസ് ചർച്ചൊക്കെ. ഇത് സൈഡിൽ ഹോഫ കാർമലിൻ്റെ സൈഡത്തെ ബീച്ച്. ഇവിടെ തൊട്ട് ഇവിടെ ബദ്ഗലീമാണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് ഹോഫ കാർമൽ ബീച്ചാണ്. ഇതുപോലെ ഓരോ സ്റ്റേഷൻസും ഹീബ്രുവിലും ഇംഗ്ലീഷിലും അറബിയിലും എഴുതി കാണിക്കും. അങ്ങനെ നമ്മൾ ട്രെയിൻ ഇറങ്ങി. ഇനി ബസ്സിന് വേണം പോകാൻ. ഇതുകൊണ്ട് റെയിൽ പാളമൊക്കെ നോക്കി എത്ര നീറ്റായിട്ടാണ് കിടക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എല്ലാ ബസ് സ്റ്റോപ്പിലും ഇതുപോലെ ഏതൊക്കെ ബസ് നമ്പറുകളാണ് എവിടേക്കാണ് പോകുന്നതെന്ന് എഴുതിയിട്ടുണ്ടാവും. ഇതുപോലെ ടൈമിങ്സും കൊടുക്കും ഒരു സ്ക്രീനിൽ. ഇവിടെ പ്രസ് ചെയ്താൽ അനൗൺസ്മെൻറ്റും കേൾക്കാം, ഏതൊക്കെ ബസ് ഏതൊക്കെ സമയത്താണ് വരുന്നതെന്ന്. അങ്ങനെ നമ്മൾ അവസാനം ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നേരെ മുമ്പിൽ നമുക്ക് ആ ബോർഡ് കാണാം.
തിഷ്ബി എസ്റ്റേറ്റ് വൈനറിയാണിത്. ഇവിടെയാണ് തിഷ്ബി എന്ന് പറഞ്ഞ കമ്പനിയുടെ വൈൻസ് എല്ലാം ഉണ്ടാക്കുന്നത്. അതുകൂടാതെ വിസിറ്റർ സെൻറ്ററും റെസ്റ്റോറൻറ്റും ബേക്കറി എല്ലാം ഇവിടെ തന്നെയാണ്. ഇസ്രായേലിലെ 6ാമത്തെ വലിയ വൈനറിയാണ് തിഷ്ബി വൈനറി. ഏകദേശം 25 രാജ്യങ്ങളിലേക്ക് ഇവർക്ക് കയറ്റുമതിയുണ്ട്. ഒരു വർഷം ഒരു 1 മില്യൺ ബോട്ടിൽ വൈൻ ഇവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 1984 ജോനാഥൻ തിഷ്ബി എന്ന് പറഞ്ഞ ആളാണ് ഈ വൈനറി ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് അതിന് തിഷ്ബി വൈനറി തന്നെ പേരിട്ടത്. വൈൻ കൂടാതെ വൈൻ ജാമും ഫ്രൂട്ട് ജാമും പിന്നെ മറ്റ് പ്രൊഡക്ട്സുകളെല്ലാം ഇവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മൾ കയറി പോകുമ്പോൾ തന്നെ 2 സൈഡിലും ധാരാളം ഒലിവിൻ്റെ മരങ്ങൾ കാണാം. നേരെ മുമ്പിൽ കാണുന്നത് വൈനും ചോക്ലേറ്റും ഒക്കെ വിൽക്കുന്ന ഷോപ്പാണ്. തൊട്ട് അപ്പുറ സൈഡിലാണ് അവരുടെ റെസ്റ്റോറൻറ്റ് ബേക്കറിയൊക്കെ. ഇവിടെ വൈനറിയുടെ ഫൗണ്ടറിൻ്റെ ഫോട്ടോയും അവരുടെ വർക്കിംഗ് ടൈം എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് വൈൻ ആൻഡ് ചോക്ലേറ്റ് ഷോപ്പിൻ്റെ ഉൾവശം. ധാരാളം വൈനൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം. ഇവിടുന്ന് ഹോൾസെയിലായിട്ടും സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇവിടെ നമുക്ക് കാണാം ധാരാളം ഹാർഡ് ബോർഡ് ബോക്സിലൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ സൈഡിലാണ് ഇപ്പോൾ റെസ്റ്റോറൻറ്റും ബേക്കറി. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളങ്ങോട്ട് പോകുമ്പോൾ തന്നെ ശരിക്കും സൈഡിലൊക്കെ കാണാം നല്ല പച്ചപ്പാണ്. വള്ളിച്ചെടികളൊക്കെ കയറ്റി വിട്ടിട്ട് നല്ല ഭംഗിയിലാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ധാരാളം ആളുകൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്നെ വരുന്നുണ്ട്. ഒരു പ്രത്യേക രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് ഇവിടെ കിട്ടുക. ഇതിൻ്റെ മുകളിൽ ഫുള്ള് നമുക്ക് കാണാം നമ്മുടെ മുന്തിരിയുടെ ചെടികൾ കയറ്റി വിട്ടിരിക്കുന്നതാണ് കാണുന്നത്. ഫുൾ പച്ചപ്പ് ഫുൾ അതാണ്. റെസ്റ്റോറൻറ്റ് തൊട്ട് മുമ്പിൽ അവരുടെ ഷോപ്പുണ്ട്. അവിടെ നമുക്ക് കാണാം ധാരാളം ജാം ഇരിപ്പുണ്ട്. സൈഡിലൊക്കെ ഇഷ്ടംപോലെ വൈനും എല്ലാം ഉണ്ട്. അത് ഇവിടെ തന്നെ വിൽക്കാൻ ഉപയോഗിക്കുന്നതും ഹോൾസെയിലായിട്ട് കൊടുക്കുന്നതൊക്കെയാണ്. അന്ന് അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അധികം ക്ലിയർ ആയിട്ടൊന്നും വീഡിയോ എടുത്തില്ല. നമുക്കിവിടെ കാണാം കുപ്പിയിൽ വൈൻ നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ ബാരൽസ് ഒക്കെ ഇരിക്കുന്നത് കാണാം. നമ്മളിപ്പോൾ അവരുടെ ഗ്യാരേജിലോട്ടാണ് പോകുന്നത്. അവിടെ നമുക്ക് മുമ്പിൽ തന്നെ കാണുന്നത് വലിയ ബാരൽസാണ്. അത് നമ്മൾ എനിക്ക് തോന്നുന്ന മുന്തിരി പറിച്ചുകൊണ്ട് വരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതും പിന്നെ വൈൻ നിറച്ച് വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ബാരൽസാണെന്ന് തോന്നുന്നു. പണ്ട് യഹൂദരുടെ സിനിമകളിലൊക്കെ ഇതുപോലത്തെ ബാരലുകൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ശരിക്കും അവരുപയോഗിക്കുന്ന ട്രാക്ടറുകളും വാഹനങ്ങളും ഉപകരണങ്ങളും മറ്റുമാണ് കാണുന്നത്. നമ്മൾ വീണ്ടും തിരിച്ച് മറ്റേ സൈഡിലേക്ക് പോവുകയാണ്. ശരിക്കും നമ്മൾ വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവർ പോയി മുന്തിരിങ്ങ പറിക്കുന്നതും അതുണ്ടാക്കുന്ന അതിൻ്റെ പ്രോസസ്സൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. മുന്തിരിയിൽ നിന്ന് എങ്ങനെയാണ് വൈൻ ഉത്പാദിപ്പിക്കുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മളത് കാണാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ഒരു ഗ്രൂപ്പ് ഇവിടെ നിൽപ്പുണ്ട്. ഒരു ലേഡി അവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചിന്തിച്ചു അങ്ങനെയാണെങ്കിൽ ഇവരുടെ കൂടെ പോയി നമുക്കും കാണാമല്ലോ എന്നാണ് കരുതിയത്. അങ്ങനെ അവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് അവർ പറഞ്ഞത് ഈ ഗ്രൂപ്പിന് മാത്രമേ പെർമിഷനുള്ളൂ. ഒറ്റയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരത്തില്ല. ഒരു ഗ്രൂപ്പായിട്ട് ചെന്നാൽ മാത്രമേ അത് കാണാനും അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുകയും ചെയ്യുകയുള്ളൂ എന്ന്. അങ്ങനെ എന്താ പറയുക, നമ്മൾ കഷ്ടപ്പെട്ട് അവിടം വരെ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എനിക്കാണെങ്കിൽ ശരിക്കും നല്ല വിഷമം വന്നു. അവിടെ നിന്ന് അവർ പോയതിന് ശേഷം ഞാൻ കുറച്ച് അവിടെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ട് ഞാനിങ്ങ് പോന്നു. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇതുവരെ എഡിറ്റ് ചെയ്യാതെയും ഇടാതെയും ഇരുന്നത്. പിന്നെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇത് എന്നും ഒരു വിഷമമാണ് എനിക്കത് ഓർക്കുമ്പം. അതുകൊണ്ട് പിന്നെ ഇന്ന് വിട്ടു തീർക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞതും അതിനെപ്പറ്റി ഇതുവരെ ഇടാണ്ടിരുന്നത് അതുകൊണ്ടാണ് എന്ന്. ഇതൊക്കെ അവിടെ കണ്ട കുറച്ച് വണ്ടികളും മറ്റുമാണ്.
പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമുക്ക് കാണാം ശരിക്കും മുന്തിരിങ്ങ നമ്മൾ വൈനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഓരോരോ സ്റ്റെപ്പുകളായിട്ട് അതിൻ്റെ പ്രോസസ്സ് നടക്കുമ്പം അതുവഴി റോൾ ചെയ്ത് പോകുന്നതും അങ്ങനെ പല ഉപകരണങ്ങളൊക്കെ അങ്ങോട്ടുണ്ട്. ഇപ്പോൾ അവർ ആ ഗ്രൂപ്പ് അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെയൊക്കെ ധാരാളം ഇതുപോലത്തെ ഐറ്റംസ് കാണാൻ സാധിക്കും. പക്ഷേ അങ്ങോട്ട് പോകാൻ സാധിച്ചില്ല. ഇവിടുന്ന് കുറച്ച് വീഡിയോ എടുത്തിട്ട് തിരിച്ചു പോന്നു. ശരിക്കും കഷ്ടപ്പെട്ട് ഓഫൊക്കെ എടുത്ത് അവിടെ വരെ പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കാതെ തിരിച്ചു വരുമ്പം അതിൻ്റെ വിഷമം എന്താ പറയുക, ഇതുപോലെ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ സാരമില്ല, പറഞ്ഞില്ലേ എന്താ പറയുക, നമ്മുടെ വിഷമം നമ്മളെ കയറ്റിയില്ല, അത്രേ ഉള്ളൂ. ഗ്രൂപ്പായിട്ടൊന്നും പോകാൻ സാധിക്കുന്നതല്ല. അങ്ങനെ എല്ലാവരും ഒന്നും ഇതുപോലെ വൈനറി കാണാനൊക്കെ ആയിട്ട് പോകണമെന്നില്ല. ഏതായാലും അങ്ങനെ ഒരു ചീറ്റിപ്പോയ വ്ളോഗായി. അവിടെ നിന്ന് നമ്മൾ വീണ്ടും റെയിൽവേ സ്റ്റേഷനിലോട്ട് ബസ്സിന് കയറി. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ബിന്യാമിന അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ തിരിച്ച് നേരെ എൻ്റെ ജോലി സ്ഥലത്തേക്ക് തന്നെ പോവുകയാണ് ചെയ്തത്. അങ്ങനെ സെൻട്രൽ ബസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഷവർമയൊക്കെ മേടിച്ച് കഴിച്ച് അങ്ങനെയാണ് തിരിച്ചു പോയത്. ഇത് ഹോഫ കാർമലാണ്, മത്താം എന്ന് പറഞ്ഞ സ്ഥലം, ഹൈഫയിലുള്ളതാണ്. ഞാൻ ആദ്യം ജോലി ചെയ്ത 3 വർഷം ഈ ഏരിയകളിലായിരുന്നു. സ്ഥിരമായിട്ട് വരാറും പോകാറും ഇതുവഴിയായിരുന്നു സ്റ്റെല്ല മേരീസ് പള്ളിയിലൊക്കെ പോകാറ്. വരുന്ന വഴിക്ക് ബസ്സിലിരുന്നപ്പോൾ കണ്ട ഒരു കാഴ്ച ഞാൻ പറയാം. ഇപ്പം നമുക്കവിടെ കാണാം ഒരു സ്ത്രീ അവിടെ വീൽ ചെയറിലുണ്ട്. ബസ് സ്റ്റോപ്പിലെത്തിയപ്പം നമ്മളോർക്കും നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ സൗകര്യം വരണമെങ്കിൽ വർഷങ്ങളെടുക്കും, എനിക്കറിയാം. ഇപ്പം ഡ്രൈവർ വണ്ടി അവിടെ നിർത്തി ഇറങ്ങി വന്നു. ബസ്സിൽ നിന്നും അവിടെ ആ ഫ്ലോറിലേക്ക് ഒരു ഷീറ്റ് പോലൊരു സംഭവമുണ്ട്. അത് അവർ ഓപ്പൺ ചെയ്ത് അങ്ങോട്ട് വെച്ച് കൊടുക്കും. ഇവരതിനകത്തേക്ക് കയറും. വീണ്ടും ഡ്രൈവറെ എടുത്ത് തിരിച്ച് മടക്കി വെച്ചതിന് ശേഷം ആണ് വണ്ടി വിടുക. ശരിക്കും എനിക്ക് ആദ്യമൊക്കെ ഇസ്രായേലിൽ വന്ന സമയത്ത് നല്ല അത്ഭുതം തോന്നിയ ഒരു കാര്യമാണിത്. ഇവിടെയാണെങ്കിൽ ആളുകൾ സ്വന്തമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാനേജ് ചെയ്യുന്ന വീൽ ചെയറിൽ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലെല്ലാം പോകുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിൽ അവർ ആ കട്ടിലേക്ക് കിടക്കും. വീട്ടിലുള്ള ഒരാൾ എടുത്തുകൊണ്ട് പോകണം, നോക്കണം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ആ ടെക്നോളജി എത്രമാത്രം നല്ല കാര്യമാണ് അതെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. 2017 നമ്മുടെ PM നരേന്ദ്രമോദി വിസിറ്റ് ചെയ്ത ഫർസമീർ സെമിത്തേരിയാണിത്. വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.